കൊള്ളാം, നല്ല പടം. കൊള്ളാം. ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുണ്ട് പുള്ളിയുടെ അപ്പത്തേക്കാളും കുറച്ചുകൂടി. ഇത് കുറച്ചുകൂടി ഒരു സീരിയസ് ടൈപ്പ്, ഒരു നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പോലെ. അങ്ങനെയൊന്നുമില്ല, എനിക്കിഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. ധ്യാൻ്റെ എല്ലാ പടങ്ങളിലേക്കാളും നല്ലതായിരുന്നു. കറക്റ്റ്. എല്ലാവരും അഭിനയിച്ച എല്ലാവരും നല്ലായിരുന്നു. നല്ല കാസ്റ്റിംഗ്, ഡയറക്ഷൻസ്. ത്രില്ലറാണ്, ഇൻവെസ്റ്റിഗേഷൻ. പടം നന്നായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ധ്യാനിൻ്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. മുമ്പ് വന്നിരുന്ന പടങ്ങളിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് കുറച്ചും കൂടെ ഒരു അപ്ഗ്രേഡ് ചെയ്ത ലെവലിലോട്ട് എത്തിയെന്ന് പറയാൻ പറ്റുന്നുണ്ട്. അതെ അതെ, ഏതാണ്ട് അത് തന്നെ, ഏതാണ്ട് അതിനോട് നീതി പുലർത്തി എന്ന് തന്നെ പറയാൻ പറ്റും. സാധാരണ പൊതുവെ ധ്യാനിൻ്റെ മൊത്തത്തിൽ ഒരു കോമഡി എന്ന് പ്രതീക്ഷിക്കും. ഇതിലും കോമഡി ഉണ്ട്, പക്ഷേ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ളൊരു റോളാണ് ധ്യാൻ ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് തന്നെ ചെയ്തതായിട്ടാണ് തോന്നിയത്. നല്ല തന്നെയാണ്. കോമഡി, ഇൻവെസ്റ്റിഗേഷൻ നല്ല പടമാണ്. ഇൻവെസ്റ്റിഗേഷനാണ്. നല്ല വ്യത്യസ്തമായിട്ടുള്ള സംഭവമാണ്. അത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണമെന്ന് എൻ്റെ സംഭവം അടിപൊളിയാണ്. ധ്യാൻ ശ്രീനിവാസൻ 2.0 എന്നുള്ളത് കാണാൻ പറ്റി. വളരെ രസകരമായിട്ടുള്ള പിന്നെ ഗ്രാമം പശ്ചാത്തലത്തിലാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു വേൾഡ് ബിൽഡിങ്ങിൽ, ആ വേൾഡിലേക്ക് നമ്മൾ എൻ്റർ ആവുന്നുണ്ട്. പിന്നെ പാരലായിട്ട്, അതായത് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷനാണ്. നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ആ ഇൻവെസ്റ്റിഗേഷനും അതിനിടയിൽ ഒരു ഡിറ്റക്റ്റീവും ഒരു പോലീസുകാരനുള്ള അങ്ങനെയുള്ള ഒരു ഡ്യുവലും അവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ പോലെയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനായിട്ട് വളരെ രസകരമായിട്ടാണ് സിനിമ പോകുന്നത്. ധ്യാൻ 2.0, അതായത് നല്ല കഥയും കിട്ടിക്കഴിഞ്ഞാൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ധ്യാൻ്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും വേറിട്ട കഥാപാത്രവും ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന കഥാപാത്രമായിട്ട് ഡിറ്റക്റ്റീവ് മാറും. നല്ല രസകരമായ സിനിമാറ്റിക്. ഇത് ധ്യാനിനെ കുറിച്ച് മാത്രമല്ല, സിനിമ മൊത്തത്തിൽ ഇതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ കൊണ്ട് തന്നെ വളരെ മികച്ചു നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ്.